നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ. നിങ്ങളുടെ സത്യ. നമസ്കാരം, JK മീഡിയയിലേക്ക് സ്വാഗതം. കുടുംബാംഗങ്ങളുടെ കൂടിച്ചേരലിന് മാതൃകയായി വലിയവിള കുടുംബം. കുടുംബ സംഗമം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗവും വലിയവിള കുടുംബ അംഗവുമായ അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. 60-ലധികം വീടുകളും അതിലെ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഇപ്പോൾ ഈ കുടുംബ സംഗമം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ 26 വർഷക്കാലമായി മുടക്കം കൂടാതെ ഇവിടെ സംഗമിക്കാറുണ്ട്. ഇവിടെ മുതിർന്ന ആളുകൾ ഞങ്ങളുടെ ഈ കുടുംബം എല്ലാ വർഷവും ഇതുപോലെ ഒന്നിച്ചേരുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനമാണുള്ളത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ദൃഢമായ ബന്ധം ഉറപ്പിക്കാൻ, കുട്ടികൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കാൻ, അങ്ങനെ മെച്ചപ്പെട്ട ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ നമ്മുടെ കുട്ടികളെ അടക്കം വളർത്തുവാനുമെല്ലാം ഈ സംഗമത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഈ സംഗമത്തിൻ്റെ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. വിശ്രമ ജീവിതമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈശ്വരാധീനം എന്ന രീതിയിൽ ഇങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായിട്ട് ഒരു സ്ഥാനലബ്ധി ഉണ്ടായത്. നമുക്ക് വളരെയേറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരണം 2 വർഷം ഈ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ മുഴുവനും അതിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കാൻ കഴിഞ്ഞത് വളരെ ഒരു വലിയ ദൈവാധീനമായിട്ട് വന്നു. ആദരിക്കണമെന്നുണ്ടായിരുന്നു. ഇവിടെ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് 90-70 വർഷക്കാലം അദ്ദേഹം വൈദികനായിട്ടിരുന്ന ആളാണ്. ക്രിസ്തീയ പുരോഹിതനായിട്ടിരുന്ന ആളാണ്. ഒരിക്കൽ പത്രപ്രവർത്തകർ ചോദിച്ചു, അച്ചോ ദൈവമുണ്ടോ? അപ്പോൾ അച്ഛൻ പറയും, ഉണ്ടെന്നും ഇല്ലെന്നൊക്കെ പറയുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഉണ്ടെന്ന് ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് അച്ഛൻ പറഞ്ഞ പോലെ രാജവണ്ണൻ ഒരു വിശ്വാസിയായി ആളുകൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് വരുന്ന 2 വർഷം നിലനിൽക്കണമെന്നാണ് കുടുംബാംഗം എന്ന നിലയ്ക്ക് എൻ്റെ അഭ്യർത്ഥന. പിന്നെ എൻ്റെ ഒരു സ്വകാര്യ അഭ്യർത്ഥന എന്ന് പറയുന്നത് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്ഥാനത്ത് ആദരവ് എപ്പോഴും ആദരവ് തന്നെയാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. എനിക്കൊരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ. നിങ്ങളുടെ സത്യ.